കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മോഡലിങ്ങിനായും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കുന്നത് ഒരു സെക്സ് റാക്കറ്റാണെന്ന് 2-3 ദിവസം മുമ്പ് കണ്ടെത്തിയിരുന്നു. അതൊരു സെക്സ് റാക്കറ്റാണെങ്കിലും അതിൽ നിന്ന് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ജിഹാദോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതികളോ ഇല്ലാതെ വല്ലാതെ നട്ടം തിരിയുകയായിരുന്നു. അതിൽ കേട്ട പേരുകൾക്കൊന്നും അത്രയും ഔഷധമൂല്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിലാൽ എന്ന് വിളിക്കുന്ന ഒരു ശ്രീകുമാർ എന്നൊരു പേര് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന പല ആളുകളും അവിടുത്തെ സൗകര്യപ്രദമായ ജീവിതത്തിന് വേണ്ടി അറബികളെ തേക്കാൻ വേണ്ടി, അറബികളെ പറ്റിക്കാൻ വേണ്ടി വിവിധങ്ങളായ പേരുകളിട്ട് ആസ്വദിക്കുകയും അർമാദിക്കുകയും അവരെ മോഷ്ടിക്കുകയും അവരെ കൊള്ള ചെയ്തുകൊണ്ട് പോരുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വേന്ദ്രന്മാരുണ്ട്. അത്തരത്തിലുള്ളൊരു വേന്ദ്രനാണ് മാവേലിക്കരക്കാരനായ ശ്രീകുമാർ. ഒരു പരമവേന്ദ്രനും സാമ്പത്തിക തട്ടിപ്പുകാരനും ഫിനാൻഷ്യൽ ഫ്രോഡ് അടക്കമുള്ള എല്ലാ തരത്തിലുള്ള സംഗതികളും ഉണ്ട്. ആ പുള്ളിയെ മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം തന്നെ വിളിക്കുന്നത് ബിലാൽ എന്നാണത്രേ. ആ ബിലാൽ എന്ന് പറയുന്ന ഒരു പേര് കിട്ടിയതോടുകൂടി അലീന എന്ന് പറയുന്ന അതിലെ മുഖ്യ കഥാപാത്രം മുങ്ങി, സിന്ധു എന്ന് പറയുന്ന എലീസ ഇവൻറ്റിൻ്റെ മുതലാളിനി മുങ്ങി, മഞ്ജിമ എന്ന് പറയുന്ന വേറൊരാൾ മുങ്ങി. അതിനിടയിൽ ഞാനൊരു പേര് കേട്ടു, ഔറംഗസീബ്. ഞാൻ വിചാരിച്ചു അയ്യോ, ഒന്നാമത് ഔറംഗസീബൊക്കെ വലിയ വിഷയമായി കിടക്കുക, ഇനി മുഗൾ രാജാക്കന്മാരും ഇതിൽ ബന്ധപ്പെട്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അയാളും മറ്റൊരു ഫ്രോഡാണെന്ന് പരാമർശിക്കപ്പെടുന്നത്. എൻ്റെ വിഷയം അതല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ രീതികളിൽ ഇതുപോലെ റാക്കറ്റുകളായി മനുഷ്യരെ കൊണ്ടുപോയി പലതും പങ്കുവെച്ച് സാമ്പത്തിക നേട്ടം കൊയ്യുന്ന പലരുമുണ്ട്. പക്ഷേ ഈ ബിലാൽ എന്ന ശ്രീകുമാർ വന്നതോടുകൂടി ശ്രീകുമാർ എന്ന പേരിന് ഒരു പ്രസക്തിയും ഇല്ലാതായി. മുഴുവനും ബിലാൽ എന്ന ശ്രീകുമാർ, ബിലാൽ എന്ന ശ്രീകുമാർ, പിന്നെ കഴിയുമെങ്കിൽ ബിലാൽ എന്ന് മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സാധാരണ പറയുമല്ലോ, ഏത് വിഭവം ഉണ്ടാക്കിയാലും ചിക്കൻ ബ്രോയിലർ കോഴിക്ക് കിടന്നു പൊറുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ, ഇനി പ്രതി ഇല്ലെങ്കിൽ പോലും ബിലാൽ എന്നൊരു പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ബിലാലിനെ വെച്ചൊരു പുളിശ്ശേരി വെക്കുക എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതി. മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഞാനൊന്ന് ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. 8 മിനിറ്റാണ് ആ വാർത്ത. ആ വാർത്തയിൽ 0.8 സെക്കൻഡ്, 0.15 സെക്കൻഡ്, 0.20 സെക്കൻഡ്, 0.31 സെക്കൻഡ്, 1.21 മിനിറ്റ്, 1.3 മിനിറ്റ്, 1.47 മിനിറ്റ്, 2.09 മിനിറ്റ്, 2.22 മിനിറ്റ്സ്, 2.49 മിനിറ്റ്സ്, 2.57 മിനിറ്റ്സ്, 3.3 മിനിറ്റ്സ്, 4.17 മിനിറ്റ്സ്, 5.07 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 തവണ ബിലാൽ എന്ന ശ്രീകുമാർ എന്ന് ചേർത്തും പിന്നെ ബിലാൽ മാത്രമായുമാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പാസ്പോർട്ട് പേര് ശ്രീകുമാർ എന്നാണ്, അവൻ്റെ ഒറിജിനൽ പേര് ശ്രീകുമാർ എന്നാണ്. അവനെ ശ്രീകുമാർ എന്നാണ് അറിയപ്പെടുന്നത്. അവനെ സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിൻ്റെ പേരിൽ അവൻ ആളുകളെ മോഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അവനൊരു പേര് വിളിച്ചതോടുകൂടി എങ്ങനെയെങ്കിലും ഈ ശ്രീകുമാറിനെ ഒന്ന് ബിലാൽ മാത്രമാക്കി മാറ്റാൻ വേണ്ടി മത്സരിച്ച് വാർത്ത കൊടുക്കുക, മത്സരിച്ച് പറയുക. ഇതിനകത്ത് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഈ പേരുമായി സാമ്യമുള്ള പേരുകളല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റ് ആയതുകൊണ്ടും ഇതിനൊരു പഞ്ച് കിട്ടണമെങ്കിൽ, ഇതിനൊരു വാർത്ത വരണമെങ്കിൽ ഇങ്ങനെ ആക്കി തീർക്കണം. ഈ വാർത്ത കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കൂ, സെൻകുമാർ പ്രതികരിച്ചില്ല, ശ്രീജിത്ത് പണിക്കർ പ്രതികരിച്ചില്ല, ശശികല പ്രതികരിച്ചില്ല, TG മോഹൻദാസ് പ്രതികരിച്ചില്ല, ജയശങ്കർ പ്രതികരിച്ചില്ല, ആരും പ്രതികരിച്ചില്ല. അവരാരും ഈ വിഷയം അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതിനകത്തേക്ക് ഒരു 4-5 പേരുകാർ എന്ന ശ്രീകുമാർ അല്ലാതെ ബിലാലോ അല്ലെങ്കിൽ ബലാലോ ബദറോ സമീറോ ഷുക്കൂറോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് നിന്നേനെ. ഒന്ന് ആലോചിച്ച് നോക്കണം. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഈ പ്രാധാന്യം നൽകുന്നതിനെയാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കുന്നത്.
അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വാണിഭത്തിലും കാണുന്നത്. ഇതിന് ഒരു ബന്ധവുമില്ല. ഇതിലെ എല്ലാവരും അല്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പക്ഷേ ബിലാൽ എന്ന ശ്രീകുമാറിനെ കിട്ടിയതോടുകൂടി എന്നാൽ പിന്നെ ബിലാലിനെ വെച്ച് ബലാല് കളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.